മരം കൊണ്ടൊരു മഹാലയം. പേര് പറയുമ്പോൾ പോലും അതിലൊരു ദൈവികതയാണ്. സാങ്ച്വറി ഓഫ് ട്രൂത്ത്. തായ്ലൻഡിലെ പട്ടായയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ കെട്ടിടം 100% മരത്തിലായിട്ടാണ് പണിതിരിക്കുന്നത്. അതായത് സിമന്റോ ലോഹങ്ങളോ എന്തിനൊരു ആണി പോലുമില്ല. പൂർണ്ണമായും നല്ല അസൽ തേക്ക് മരത്തിലാണ്. അതും ഓരോ ഭാഗവും കൈകൊണ്ട് ഒരു ഒറ്റ യന്ത്രം പോലും യൂസ് ചെയ്യാതെയാണ് ഇത് പണിതിരിക്കുന്നത്. 1981 തുടങ്ങിയ പണി ഇന്നും തലമുറകളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കടക്കുമ്പോൾ എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം. ഇപ്പോഴും കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. മരക്കഷ്ണം മാറ്റുന്നതും കൊത്തുപണിയും എല്ലാം നടക്കുന്നതും നമുക്ക് കൺമുന്നിലാണ്. നമ്മൾ അകത്ത് കയറി ഉടനെ തന്നെ കാണുന്നത് വാക്കുകൾക്കതീതമായ മനോഹാരിത എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇതിൽ കാണുന്ന ഓരോ കൊത്തുപണിയും ഒരു കാവ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഹിന്ദുമതത്തിൽ നിന്നുള്ള ബ്രഹ്മ, വിഷ്ണു, ശിവൻ, ബുദ്ധമതത്തിൽ നിന്നുള്ള ധ്യാനം, ചൈനീസ് തത്വചിന്തകൾ എല്ലാം കൂടിയുള്ള ഒരു സമന്വയമാണ് ഈ കൊത്തുപണികൾ. ഇതിന്റെ ചരിത്രം അറിയുമ്പോഴാണ് നമുക്ക് ഈ കെട്ടിടത്തിന്റെ താളം പൂർണ്ണമായും മനസ്സിലാകുന്നത്. ഇത് പണിയാൻ ആരംഭിച്ചത് 1981 എന്ന് പറഞ്ഞല്ലോ. ഒരൊറ്റ മനുഷ്യന്റെ സ്വപ്നം കൊണ്ടാണ്. അതായത് ഒറ്റ മനുഷ്യന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ലീക്ക് വിരിയാഫന്റ് എന്ന തായ് ബിസിനസ്സുകാരനും കലാപ്രേമിയുമായ ഒരാൾ. അദ്ദേഹത്തിന് ഒരു ദർശനം ലഭിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയും ആത്മാവും തമ്മിലുള്ള ബന്ധം മറക്കരുത്. ആ സന്ദേശം അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരു മരക്കൊത്തുപണിയിലൂടെയായി. അതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റഡ് ബിൽഡിംഗ് അല്ല, ഒരു എക്കാലത്തേക്കുമുള്ള ലിവിംഗ് കൺസ്ട്രക്ഷൻ ആണ്. ഇന്നും പല പഴയ ശില്പകലാ വിദഗ്ധരും അവരുടെ പിൻതലമുറയും ചേർന്ന് ഇത് പണിയുകയാണ്. ഓരോ സ്കൾപ്ചറും ഓരോ കരവേലയും ഒരു ദർശനത്തിന്റെ ശബ്ദം പോലെ. സാങ്ച്വറി ഓഫ് ട്രൂത്ത്.